ശ്രീ എം എസ് വേണുഗോപാൽ, അപ്പോൾ സുതാര്യത കുറവുണ്ടോ ഇപ്പോൾ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ച കാര്യത്തിലും അതുപോലെ തന്നെ കരിമണലിന്റെ വിഷയത്തിലും? സുധീരൻ ആ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതൊരു ഉരുണ്ടുകളി മാത്രമാണ് എന്ന രീതിയിലല്ലേ വ്യാഖ്യാനിക്കപ്പെടുന്നത്? അത് പാർട്ടിയിലും അങ്ങനെ തന്നെ വരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മഞ്ജുഷ്. ഈ മന്ത്രിസഭ ലീഗിൻ്റെ മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയിലെ ലീഗിൻ്റെ എണ്ണം നിങ്ങൾ നോക്കരുത്, പക്ഷേ കോൺഗ്രസ്സിലെ 63-ൽ ഒരു 50 പേരെങ്കിലും ജയിച്ചിട്ടുള്ളത് ലീഗിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ലീഗിൻ്റെ മന്ത്രിസഭയാണ്. അപ്പോൾ ലീഗ് തീരുമാനിക്കും കാര്യങ്ങൾ. ഞാനതിനകത്ത് കുറ്റമൊന്നും പറയുന്നില്ല. അല്ല, ലീഗിന് ഈ മദ്യത്തിന്റെ കാര്യത്തിൽ അത്ര പിടിവാശിയൊന്നും മദ്യത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് പിടിവാശിയുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും പിടിവാശിയുണ്ട്. പിന്നെ PM ശ്രീയിലാണ് അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. അവർ പറയുന്നത് BJPയുടെ കാവ്യവൽക്കരണം ഇവിടെ നടക്കില്ല. പക്ഷേ അതിന് ലീഗിന്റെ എങ്ങനെ പറയാൻ കഴിയും? അതെ, ലീഗിൻ്റെ BJPയുടെ കാവ്യവൽക്കരണത്തിന് പകരം ഞങ്ങളുടെ പച്ചവൽക്കരണം മതി എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഉപസമിതിയിൽ ശ്രീ ഷംസുദ്ദീൻ കൺവീനറായിട്ടുള്ള സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പുറകോട്ട് പോകേണ്ടി വരും, മുഖ്യമന്ത്രി അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വിധത്തിൽ അദ്ദേഹത്തിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിലെ എല്ലാ മന്ത്രിസഭകളെയും മുഖ്യമന്ത്രി ഇങ്ങനെ തീരുമാനം എടുത്താലും അത് തിരുത്തേണ്ടി വരും ലീഗിന്റെ സമ്മർദ്ദത്തിൽ നിന്ന്. ലീഗിൻ്റെ സമ്മർദ്ദമുണ്ട്, കോൺഗ്രസിനകത്ത് VM സുധീരൻ്റെ സമ്മർദ്ദവും, പിന്നെ ഇപ്പോൾ വളരെ ഉറങ്ങിയിരിക്കുന്ന AK ആന്റണിയുടെ സമ്മർദ്ദവും വരും. ഈ ലീഗിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ച 2 പേര് VM സുധീരനും AK ആന്റണിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കാനും ഇവരായിരിക്കും സഹായിക്കുക. നിങ്ങൾ നോക്കൂ, അതിന് മിടുക്കന്മാരാണ് അവർ 2 പേരും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ ബാറുകൾ നിരോധിച്ചു എന്ന് പറഞ്ഞ ഒറ്റ സാധനമാണ് അദ്ദേഹത്തിന് ആഫീസ് പൊട്ടിച്ചത്. ഒരുവിധം തപ്പി കാര്യങ്ങൾ കൊണ്ടുപോയി 2016 ആകുമ്പോഴേക്കും എല്ലാവർക്കും തൃപ്തികരമായ ഒരു സർക്കാരായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നയങ്ങളെ മുഴുവൻ അദ്ദേഹം വെള്ളത്തിലാക്കി. അന്ന് KPC പ്രസിഡൻ്റായിരുന്നു VM സുധീരൻ. 1995 അദ്ദേഹം, അതുപോലെ AK ആന്റണി അധികാരത്തിൽ വന്നു, കരുണാകരൻ മാറിയിട്ട് അദ്ദേഹം ഉടൻ തന്നെ തീരുമാനിച്ചു മദ്യനിരോധനമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ആളെല്ലാം കൂടെ അദ്ദേഹത്തിന് അത് ചാരായ നിരോധനമാക്കി. ചാരായ നിരോധനം നടപ്പിലാക്കാനായിട്ട് ആരെയാണ് ഏൽപ്പിച്ചെന്നറിയോ? അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന പന്തളം സുധാകരനെ. പന്തളം സുധാകരൻ 87-ല് 91-ലൊക്കെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വണ്ടുവരുന്ന് ജയിച്ചതാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോറ്റു എന്ന് മാത്രമല്ല, പിന്നെ മന്ത്രിസഭയും പോയി. 96-ലെ മന്ത്രിസഭ പോയി. ചാരായ നിരോധനത്തോടുകൂടി കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു ലോക്കൽ അബ്കാരി നയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പോളണ്ടിൽ ചാരായം കിട്ടും. ഇനിയിപ്പോൾ പോളണ്ടിലെ ചാരായം ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല. ഇത് കാണിക്കുന്നത് എന്താണ്? ഇവരെല്ലാം വെറും ഉട്ടോപ്യൻ ഐഡിയകൾ, ഈ മുറിക്കകത്തിരുന്ന ആശയങ്ങൾ പറയുന്നവരാണ്. ഇവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. 96-ലെ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയതിൻ്റെ ഒറ്റ കാരണം ഇതാണ്. VD സതീശൻ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തെ ന്യായീകരിക്കുകയാണ് അല്ലേ? VD സതീശൻ എടുത്ത തീരുമാനമുണ്ടല്ലോ ഇപ്പോൾ ബജറ്റിൽ. തീർച്ചയായിട്ടും ആ തീരുമാനം ഞാൻ ചോദിക്കട്ടെ, 120%-വും 175%-വുമായിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിക്കുകയാണ് ചെയ്തത്. അത് കുറച്ചു എന്ന് പറയാനാവില്ല. കാരണം കുറച്ചു എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ നികുതി എന്ന് പറയുന്നത് 251%. അത്രയും ഇതിനില്ലാത്തത് കൊണ്ടാണ് കുറച്ചു എന്ന് പറയുന്നത്. പക്ഷെ നികുതി ഘടന ആദ്യമായാണ് നിശ്ചയിച്ചത്. അത് ബക്കാഡി കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആരോപണമാണ് എത്ര കിട്ടി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ആരോപിച്ചത്. അത് തന്നെ അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് VM സുധീരൻ ഇക്കാര്യം പറയുന്നത്, സുതാര്യത വേണമെന്ന്. പക്ഷേ സതീശനെ അനുകൂലിക്കുകയാണ് താങ്കൾ അല്ലേ? അനുകൂലിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന കോൺഗ്രസ് സർക്കാരുകളിൽ ഏറ്റവും ഭേദപ്പെട്ട ഒരു സർക്കാരാണിത്. ഏറ്റവും ഭേദപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു ജനകീയ മുഖ്യമന്ത്രി, ഒരു ജനകീയ സർക്കാരുമാണിത്. ഇതിനെ തുലയ്ക്കാനാണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നത്. ഈ മദ്യനിരോധനം, ചാരായ നിരോധനം കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ആദ്യം കള്ളവാറ്റായിരുന്നു. കള്ളവാറ്റ് മണിച്ചൻ്റെ അറിയാമല്ലോ, 31 പേരെ തട്ടി, 500 പേർക്ക് കണ്ണുപോയി. അതുപോലുള്ള മദ്യത്തിലെ അപാകതകൾ അന്ന് നടന്നിരുന്നു. അതിനുശേഷം പിന്നെന്ത് പറ്റി? പിന്നെ കഞ്ചാവ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം തൂഫാൻ പോയിട്ട് ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഫാൻ വന്നാലും ഇതൊന്നും മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തതായി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി പറഞ്ഞെന്തറിയാമോ? ചാരായം കുടിച്ചിട്ട് തൊഴിലാളി വന്നിട്ട് ഭാര്യ അടിക്കുന്നു. ഇപ്പോൾ ഈ മയക്കുമരുന്ന് അടിച്ചിട്ട് MDMA ഒക്കെ അടിച്ചിട്ട് അമ്മയുടെ കഴുത്തിന് പിടിക്കുകയും ഞെക്കിക്കൊല്ലുകയും ചെയ്യുന്ന കാലത്തിലേക്ക് ഇവിടെ എത്തി. ഇതിൻ്റെ ആദ്യത്തെ ആൾ AK ആന്റണിയാണ്. രണ്ടാമത്തെ ആൾ ഈ VM സുധീരനാണ്. 2014 ബാറുകളെല്ലാം കൂടെ അങ്ങ് പൂട്ടിച്ചു. അപ്പോൾ അതോടുകൂടി ഈ മദ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നവർ പിന്നെ എന്ത് ചെയ്യുന്നേ? ഇവരെല്ലാം നമ്മുടെ മദ്യത്തിൻ്റെ ഉൽപ്പന്നം നമ്മളൊന്ന് നോക്കുക. ഇവിടുത്തെ ഏതാണ്ടൊരു 80% പുരുഷന്മാർ രുചിക്കുന്ന, ഒരു 10-15% സ്ത്രീകളും രുചിക്കുന്നവരാണെന്നുള്ളതാണ് സത്യം. മുഴുക്കുടിയന്മാരാണെന്നല്ല ഞാൻ പറയുന്നത്.
ഇവരെല്ലാം ഇതൊക്കെ രുചി നോക്കുന്നവരാണ്, ഇതിനൊക്കെ താല്പര്യമുള്ളവരാണ്. അപ്പം നമ്മൾ നാടറിയാതെ, നാടിൻ്റെ വ്യവസ്ഥ അറിയാതെ, അവസ്ഥ അറിയാതെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈ വില കുറഞ്ഞ മദ്യം, ഈ തൂഫാനൊക്കെ ഇവിടെ നടപ്പിലാക്കി ഈ മയക്കുമരുന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ഇതുപോലെ വില കുറഞ്ഞ മദ്യം അവൈലബിൾ ആക്കിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? പിള്ളേർ പാറ്റാ ഗുളികയും ഈ എലിപ്പാഷാണോ കഴിക്കും. പിന്നെ കൊടുക്കാൻ റോഡിൽ ചത്ത് കിടക്കും. പണ്ട് മണിച്ചൻ്റെ സമയത്ത് 31 പേരിലെ ചത്തത്, ഇത് അതിൽ കൂടുതൽ ചത്ത് കിടക്കുന്ന അവസ്ഥ വരും. ഇത് ഒരു പദ്ധതി നമ്മൾ മാറ്റുമ്പം ആ പദ്ധതി സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണെന്നറിഞ്ഞ് അതിന് ഉപോദ്ബലകമായ ചില കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ വില കുറഞ്ഞ മദ്യം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ കഞ്ചാവിൽ നിന്നൊക്കെ മാറുന്നവരെങ്കിലും മറ്റേ മദ്യത്തിലേക്ക് പോകും. അപ്പോൾ ആ വില കുറഞ്ഞ മദ്യത്തിലേക്ക് പോകും. ഇത് ഗ്രാജുവലായിട്ട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല. 1967 ഷാക്കിന് അറിയാമോന്നറിയില്ല, 67 മുമ്പ് മലബാറിൽ മദ്യനിരോധനം പൂർണ്ണമായിരുന്നു, സമ്പൂർണ്ണ മദ്യനിരോധനമായിരുന്നു, ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയതാണ്. അവസാനം 67 EMS സർക്കാർ വന്നപ്പം, അന്ന് ലീഗും കൂടെ പിന്തുണയ്ക്കുന്ന സർക്കാരാണ് ഓർക്കണം, ആ സർക്കാർ വന്നപ്പം മദ്യനിരോധനം എടുത്തു കളയേണ്ട കാരണം എന്താ വന്നത്? കാരണം ഇതാണ് ഇല്ലിസിറ്റ് ലിക്കർ. ഇത് കൊണ്ട് നാടിന് വലിയ വിപത്താണ്. അപ്പം നമ്മൾ ഒഫീഷ്യലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മിനിമം ആളുകൾ ചാകുന്നതെങ്കിലും കുറയ്ക്കാം. അതുപോലെ മനുഷ്യനെ കൊല്ലുന്ന, മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന, മനുഷ്യനെ മാത്രമല്ല അവൻ്റെ അമ്മയും അച്ഛനെയും വരെ കൊല്ലുന്ന ഈ MDMA പോലുള്ള സാധനങ്ങൾ കുറച്ചെങ്കിലും നിർത്താൻ കഴിയും. ഈ ഒരു പദ്ധതി വി.ഡി. സതീശന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നാണ് ഞാൻ. ശ്രീ എം കെ ഹരിദാസ്, താങ്കൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പറയുന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ചത്. അതിന് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. VM സുധീരൻ ഇത് പല്ലവി തുടരുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏത് രീതിയിലാണോ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള റോൾ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ സർക്കാരിനെ വിമർശിച്ചിരുന്നത്, സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചിരുന്നത്, തീരുമാനങ്ങൾ മാറ്റിക്കുവാനായിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നത്, അതുപോലെ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നുവെന്ന്, അങ്ങനെയാണോ താങ്കളുടെ വിലയിരുത്തൽ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.